അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിലിൻ്റെ ഉപ്പയുടെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വേണമെന്ന ചിന്ത മാത്രമാണ് നമ്മുടെ ഷാമിലിനുള്ളത്. എന്നാൽ അതിനിടയ്ക്ക് ഷാമിലിൻ്റെ ഉപ്പക്ക് വേണ്ടിയിട്ട് അവൻ പലതും കണ്ടുപിടിക്കുകയും ചെയ്തു. അത് എല്ലാം കൊണ്ടും എൻ്റെ ഉപ്പക്ക് അനുയോജ്യയായ സ്ത്രീ അത് മറ്റാരുമല്ല, അത് മാജിത്തയാണ്. അവരുടെ സ്നേഹവും സ്വഭാവവും എല്ലാം കൂടി എൻ്റെ ഉപ്പ ഈ രീതിയിലാക്കിയെടുത്തതും എല്ലാം അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചവനെ, ഹൈറാണെങ്കിൽ എൻ്റെ ഉപ്പാക്ക് നീ അത് കൊടുക്കുമോ? അവൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. എന്നാലും എൻ്റെ എളാമ ചെയ്ത കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ എത്രയോ ഭേദം ഇവർ തന്നെയാണ്. അത് ഏളാമയെക്കുറിച്ച് അവരോർത്തു. എന്നാൽ ഈ സമയം ഏളാമയുടെ സ്ഥിതി എന്താണ്, ഏതാണ്? അത് ഏളാമ എന്ന് വെച്ചാൽ റസിയക്ക് ഗൾഫിൽ നല്ലൊരു ജോലി കിട്ടി. അതുമാത്രമല്ല, അവളെ അവിടുത്തെ അറബി വിവാഹം കഴിക്കുവാൻ വേണ്ടിയും ആവശ്യപ്പെടുന്നു എന്ന് കേട്ടത് മുതലാണ് സുലൈഖക്ക് മതം പൊട്ടിയിളങ്ങിയത്. അത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തിച്ചേരണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും, എനിക്ക് വല്ലാത്ത സ്വീകരണമായിരിക്കും. അതുമാത്രമല്ല, എന്തൊക്കെ ഒരുപാട് സ്വർണങ്ങളും ഡയമണ്ട്സും അതൊക്കെ ധരിച്ച് എനിക്ക് രാജകുമാരിയെ പോലെ കഴിയാമെന്ന ചിന്തയായിരുന്നു അവർക്കുള്ളത്. എന്നാൽ കുഞ്ഞുങ്ങൾ അവരെക്കുറിച്ച് അവൾ ഓർത്തില്ല. അത് സുഖമില്ലാത്ത ഭർത്താവ്, അതും ഓർത്തില്ല. സുഖമില്ലാത്ത ഭർത്താവിനെയെല്ലാം ഉപേക്ഷിച്ച് അവരുടെ ഇഷ്ടത്തിന് പോവുകയാണ്. എന്തൊക്കെ തന്നെയായാലും അവൾ അറബി വീട്ടിലെത്തിയിരിക്കുന്നു. വീട്ടിലെത്തി കുറച്ച് ദിവസമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഓർമ്മ വരികയാണ്. എൻ്റെ ഭർത്താവായ അദ്ദേഹം തിരിച്ചെത്തിയോ? അതിനെക്കുറിച്ചെല്ലാം അവൾ ഓർക്കുകയാണ്. ഒരുപാട് പറഞ്ഞ മക്കൾ, ഉമ്മച്ചി പോവല്ലേ, ഉമ്മച്ചി പോവല്ലേ, ഞങ്ങളുണ്ട് കൂടെ. പക്ഷേ അതൊക്കെ വെറും ഒരു വാക്കായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോഴാണ് അതെൻ്റെ നെഞ്ചിലേക്ക് തറക്കുന്നത്. അവൾ ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ പല പല ചിന്തകളായിരുന്നു മനസ്സിൽ. അതെ, ഫ്ലൈറ്റിൻ്റെ ജനലിൻ്റെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇനി ഞാനങ്ങ് മാറും. വലിയ വലിയ കെട്ടിടങ്ങൾ, വെളിച്ചങ്ങൾ, ശരിക്കും ഞാനൊരു രാജകുമാരിയായി തീരും. എന്നാൽ അവൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം അവിടെ എത്തിയപ്പോഴത്തെ അവസ്ഥ. വലിയ വീട്, ഉയർന്ന മതിൽ, പുറത്തുനിന്നും പോലും ഒരു കുട്ടിക്കാൻ കടക്കാൻ പറ്റാത്ത രീതിയിൽ. ശരിക്കും അറബിയുടെ വീട് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. നല്ല വൈറ്റ് മാർബിളിലുള്ള ഫ്ലോറ്, വലിയ ഹാള്, കണ്ണാടി പോലെ തിളങ്ങുന്ന വീടുകൾ. എൻ്റെ ഭാഗ്യം, ഇനി ഞാൻ ഇവിടുത്തെ രാജകുമാരിയായി, ഞാനിവിടുത്തെ അറബിയുടെ ഭാര്യയായി ജീവിക്കും. അറബി ആദ്യമൊക്കെ അവളോട് സൗമ്യമായിക്ക് സംസാരിച്ചിരുന്നു. നീ നല്ലപോലെ ജോലി ചെയ്താൽ നിനക്ക് നല്ല രീതിയിൽ ഞാൻ സാലറി തരും എന്ന് അറബി പറഞ്ഞപ്പോൾ അവൾക്ക് തോന്നി, അപ്പം ഞാൻ ഇവിടെ ജോലി ചെയ്യാനുള്ള രീതിയിൽ ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് മോഡലാക്കി വന്നിട്ട് ഇപ്പോൾ ഇന്നെന്താ വല്ലാതെ മൈൻഡ് ചെയ്യുന്നില്ലേ? എന്നാൽ അവൾക്ക് കൊടുത്ത റൂം, അതെ, ആ വീടിൻ്റെ പിന്നിലെ ഒരു ചെറിയ റൂം, ആ വീടിനകത്ത് പോലും അവൾക്ക് കിടക്കുവാൻ ഇടം നൽകിയില്ല. ഒരു ചെറിയ ജനൽ, പുറത്തേക്ക് നോക്കിയാലേ ഒരു മതിൽ മാത്രം കാണാം. പിന്നെ ഒരു പഴയ കിടക്ക, ഒരു മഞ്ഞു പിടിച്ച മെത്ത, ഫാന് പോലും ശരിയായി പ്രവർത്തിക്കുന്നില്ല, AC ഇല്ല. ആ മുറി ഒരു തടവറ പോലെ. ആദ്യം സുലേഖ ചിന്തിച്ചു, ഇതൊക്കെ സഹിക്കാം, പക്ഷേ ജോലിയുടെ കാര്യമാണ് സഹിക്കാൻ കഴിയാത്തത്. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പം തന്നെ പുറത്തുള്ള റൂമിലേക്ക് ആക്കിയേക്കാണ്. ശരിക്കും സുലേഖ പെട്ടു എന്ന് തന്നെ പറയാം. ഏറ്റവും അവൾക്ക് ദേഷ്യം പുലർച്ചെ 4 മണിക്ക് അല്ലെങ്കിൽ 3:30 വിളിക്കും. സുലേഖ യാല്ലാ യാല്ലാ, സുലേഖ യാല്ലാ എന്ന് പറഞ്ഞ് വിളിക്കും. അത് അവരുണരും. കണ്ണുകൾ തുറക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം തലേന്ന് രാത്രി 1 മണിക്കാണ് വന്ന് കിടക്കാറുള്ളത്. അടുക്കളയിൽ കയറി അവൾ അന്ന് അറബിക്കുള്ള മാവ് കലക്കി ചപ്പാത്തി ഉണ്ടാക്കുന്നു. അങ്ങനെ 20 ചപ്പാത്തികൾ അവൾ ചുട്ടെടുക്കുന്നു, അറബിക്കും അറബിച്ചിക്കുമുള്ളത്. ചൂടിൽ കൈകൾ വല്ലാതെ പൊള്ളുന്നുണ്ട്. മറ്റേ ഗദ്ദമ പോയതിനു ശേഷം പണി മുഴുവൻ എൻ്റെ തലയിലാണ്. എന്നാൽ ആദ്യത്തെ ഗദ്ദാമയും എന്നെ പഠിപ്പിച്ചെന്ന് വേഗം ചെയ്യ്, എന്താ ഇത് ഇങ്ങനെയൊക്കെ ആക്കും പോലെ. എന്നാൽ ഉമ്മുൽ ഖൈർ ആ ഭാഗത്തേക്കൊന്നുമില്ല. അവർ വേറിട്ടാണ് നിൽക്കുന്നത്. ഏത് നിമിഷവും അവരവിടുന്ന് പോകും. കാരണം
അറബിക്ക് മറ്റൊരു വിവാഹം സെറ്റാക്കാനുള്ള പരിപാടി കൂടി നോക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇനിയും ആവില്ല എന്ന് തോന്നിപ്പോയി. എന്നാൽ അന്ന് അറബിയുടെ മുൻപിലേക്ക് അതാ ഭക്ഷണം വെച്ചു കൊടുക്കുന്നു. അതിൽ ചപ്പാത്തി അല്പം കരിഞ്ഞിരുന്നു. സുലേഖ, ഇവിടെ വാ. ഇതെന്താ? ഇത് എന്താണ്? നിന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടും. നിനക്കിതൊന്നും അറിയില്ലേ? സത്യം പറയണം, നിനക്കറിയില്ലേ? എന്നാൽ സുലേഖ അത് കേട്ട് ഒന്ന് ഞെട്ടി. അതെ, അവൾക്ക് ഭക്ഷണം വിശക്കുന്നുണ്ട്. വീട്ടുകാർ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ ചില ദിവസങ്ങളിൽ അതുമില്ല. കാരണം ആ ഗദ്ദാമൻ പോയതിനു ശേഷവും ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇയാളുടെ ചീത്തയും കാര്യങ്ങളും എല്ലാം കേട്ട് ഞാനിവിടെ മടുത്തു പോയി. പല ദിവസങ്ങളിൽ ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥ. ചില ദിവസങ്ങളിൽ ഒന്നുമില്ല. ഇന്ന് നീ ശരിയായി ജോലി ചെയ്തിട്ടില്ല. അതെ, അവിടെ നോക്കുവാൻ വേണ്ടി ഒരാളും ഉണ്ട്, ഒരു സെർവൻറ്റ്. അത് എങ്ങനെയൊക്കെയാണ് ആരൊക്കെ ചെയ്യുന്നത് എന്ന് നോക്കി നടത്തുന്ന ഒരാൾ. എന്നാൽ അതാ സുലേഖയുടെ ജീവിതം അതികഠിനമായ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭർത്താവിൻ്റെ ആ കണ്ണുനീര് അതാണ് അവർക്ക് ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരിക്കും അവൾ നല്ലോണം അനുഭവിക്കുന്നുമുണ്ട്. ഒരു ദിവസം വീട് വൃത്തിയാക്കുകയാണ് സുലേഖ. എന്നാൽ പെട്ടെന്ന് ഒരു ഗ്ലാസ് അതാ പൊട്ടിപ്പോകുന്നു. അറബി കോപത്തോടെ വന്നു. സുലേഖ, ഇതിന് എത്രയാണ് വിലയെന്ന് നിനക്കറിയാമോ? അവൾ വിറച്ചു. ക്ഷമിക്കണം, നിനക്ക് ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യണം ഞാൻ. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. നിന്റെ ശമ്പളം ഇനി പകുതി. ശരിക്കും സുലേഖ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട്. അതെ, അവളാകെ വെറുത്തു പോയി. എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ടാണ് ഞാൻ അവിടെയെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച്. അതെ, ഇങ്ങനൊരു ജീവിതമാണ് ഇപ്പോൾ എൻ്റേത്. വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. അതിനിടയിൽ അറബി തന്നെ ചിലപ്പോഴൊന്ന് വിളിക്കും. അതെ, അത് അയാളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല, അത് സ്വഭാവം മോശമായിരിക്കും. എന്നാൽ പലപ്പോഴും അത് സുലേഖയും എതിർപ്പ് പ്രകടിപ്പിച്ചു. ഒരു ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല, പുറത്തു പോകാൻ പാടില്ല, വീടിന് ചുറ്റും വലിയ മതിൽ. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കും. എൻ്റെ വീട്ടിലേക്ക് എങ്ങനെ പോകും എന്ന് ആലോചിക്കും. അതെ, മക്കൾ കാത്തിരിക്കുന്നുണ്ടാവുമോ? അതെ, കിളവനായ എൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടാവുമോ? എനിക്ക് അയാളെ വേണ്ട, പക്ഷേ മക്കളെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അവൾക്ക്. എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ള ചിന്തയായിരുന്നു അവർക്കുള്ളത്. കാരണം അറബി കണ്ടാൽ തന്നെ ചീത്ത പറയാനും പണിയെടുപ്പിക്കാനും നിൽക്കാണ്. എന്തൊരു ബുദ്ധിമുട്ട് റബ്ബേ, അവൾ വിചാരിക്കുകയാണ്. എന്നാൽ ആ രാത്രിയിൽ അവൾ കിടക്കയിൽ കിടന്നു. അതെ, ചില പ്ലാനിങ്ങുകൾ മനസ്സിലുണ്ട്. കണ്ണുകൾ തുറന്ന്, പഠിച്ചോനെ, എൻ്റെ കുട്ടികളെ മുഖം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതെ, ഞാനൊരു പെറ്റ തള്ളയാണ്, പക്ഷെ ഒന്നിനും മടിക്കാത്ത ദുഷ്ടയായ തള്ളയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ എങ്ങനെയെങ്കിലും ജീവിച്ചു. എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എൻ്റെ മക്കൾ കേടരും, അത് ഉറപ്പുണ്ട്. ശരിക്കും അത് വിചാരിച്ചു. ഉമ്മ, ഞങ്ങളും കൂടെ കൊണ്ടുപോകുമോ? അത് എയർപോർട്ടിൽ നിന്ന് കരഞ്ഞ ആ ഒരു രംഗം അതിപ്പോഴും ഓർത്ത് അവൾ കരയാറുണ്ട്. എല്ലാം ഷാമിലിനോടൊന്നും തുറന്നു പറഞ്ഞാലോ? ഞാൻ പൊന്നു മോനെ, എളാമ്മ തെറ്റ് ചെയ്തു, എന്നോട് പൊറുക്കണമെന്നൊക്കെ അത് പറഞ്ഞാൽ ഒരു പക്ഷെ അവൻ അംഗീകരിക്കുമോ? ഹേയ്, അതുണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ല നടക്കൂല. അങ്ങനെ ആ ഒരു രാത്രി വീട്ടിലെ മുഴുവൻ ആളുകളും ഉറങ്ങി. അവൾ പതുക്കെ പതുക്കെ അതാ പുറത്തേക്ക് നടന്നു. ഓൻ്റെ റബ്ബേ, ഈ ഒരു മുറ്റത്തിനൊരു വലുപ്പം ഗേറ്റിൻ്റെ സമീപമെത്തി. അല്ലോ, ലോക്കാണല്ലോ. അപ്പുറത്ത് സെക്യൂരിറ്റിയും ഇരിക്കുന്നുണ്ട്. എന്നാൽ അവൾ മതിൽ കയറുവാൻ വേണ്ടി ശ്രമിച്ചു. മതിലിൽ അമർത്തി പിടിച്ചപ്പോൾ കൈകൾ പൊട്ടിപ്പോയി. അവൾ താഴേക്ക് തന്നെ വീണു. അപ്പോൾ പെട്ടെന്ന്, എങ്ങോട്ടാ പോകുന്നത്? ശരിക്കും അവൾ ഞെട്ടിപ്പോയി. സുലേഖ, ആ ഒരു വിളി കേട്ട് അവൾ ഞെട്ടിത്തെരിച്ചു. റബ്ബേ, അറബി, അപ്പോൾ അയാൾ ഉറങ്ങിയിട്ടുമില്ലേ? എന്താ, എങ്ങോട്ടാണാവോ പ്ലാനിങ്? അതെ, നീ എങ്ങോട്ട് പോയിട്ടും കാര്യമില്ല, പാസ്പോർട്ട് എൻ്റെ കയ്യിലാണ്, അത് മറക്കണ്ട. ശരിക്കും അറബിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് സുലേഖ ഞെട്ടിപ്പോയി. അവൻ അടുത്തേക്ക് വന്നു. അതെ,
ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ നീ ജീവനോടെ പോകില്ല, മനസ്സിലായല്ലോ? അവൾ പേടിച്ചു. "ആ, ഇനി എന്ത് ചെയ്യും?" അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ജോലി അവൾക്ക് ലഭിച്ചു. ഇവിടെ നിന്ന് ഒരുത്തി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. അവൾക്ക് ഇരട്ടി പണി കൊടുക്കണം. അതാ നല്ല രീതിയിൽ ജോലി, വലിയ വലിയ ജോലികളാണ് അവിടെ അന്ന് കൊടുത്തത്. അത് കൈകൾ പൊട്ടിപ്പൊളിഞ്ഞു, ശരീരം വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു. ജോലി ഭാരം കൂടിക്കൂടി വരികയാണ്. എനിക്കുള്ള ശിക്ഷയാണ് അത്. എന്നാൽ ഒരു ദിവസം അവൾ അടുക്കളയിൽ ഇരിക്കുകയാണ്. കൈകളിൽ മാവുണ്ട്, അത് ചപ്പാത്തിക്ക് വേണ്ടി. എന്നാൽ കണ്ണിൽ കണ്ണീരാണുള്ളത്. എൻ്റെ ഭർത്താവ് എന്നെ ഒരിക്കലും ഇങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല. അതെ, എൻ്റെ മക്കൾ എന്നെ എത്ര സ്നേഹിച്ചിരുന്നു. ഭർത്താവിന് വലിയ സ്നേഹമായിരുന്നു. സ്ട്രോക്ക് വന്ന് കിടക്കുന്നത് വരെ എൻ്റെ ഭർത്താവ് എന്നെ സുലു എന്ന് വിളിച്ച് എൻ്റെ അരികിലേക്ക് സാധനങ്ങളുമായി വരാറുണ്ടായിരുന്നു. എന്നാൽ ഞാനായിട്ട് അതെല്ലാം നശിപ്പിച്ചു. അതിനുള്ള ശിക്ഷയാണ് പഠിച്ചോനെ നീ എനിക്ക് തരുന്നത്. ശരിക്കും സുലേഖ പെട്ടു എന്ന് തന്നെ പറയാം. ദിവസങ്ങൾ കടന്നുപോയി. അതെ, അവളുടെ സ്വപ്നങ്ങളൊന്നും നടന്നില്ല. അറബി വിവാഹവും കഴിച്ചില്ല. അവളും എന്നും അവിടെ അവളുടെ സ്വപ്നങ്ങൾ അവിടെ തന്നെ മനസ്സിൽ വെച്ച് നടക്കുകയാണ്. കുഞ്ഞുങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. ഇനി തൻ്റെ ഭർത്താവ് തിരിച്ചു വന്നിട്ടുണ്ടോ എന്തോ, എന്ത് ചെയ്യാൻ, എൻ്റെ ബുദ്ധിമോശം കണ്ട് ഞാൻ അയാളെ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു. വല്ലാത്തൊരു അവസ്ഥ തന്നെ. ശരിക്കും സുലേഖാക്ക് നല്ല ഖേദമുണ്ട് അതിൽ. എന്നാൽ അറബി വീട്ടിലെ ആ 4 ചുവരുകൾക്കുള്ളിൽ അവൾ ഒതുങ്ങിക്കഴിഞ്ഞു. വീട്ടിലെ ജോലികളും കാര്യങ്ങളും മാത്രം ചെയ്തുകൊണ്ട്. ചില തീരുമാനങ്ങൾ ജീവിതം മുഴുവനും മാറ്റിമറിക്കും. സുലേഖയുടെ സ്വപ്നം അവളുടെ ശിക്ഷയായി മാറുകയാണ് ഇവിടെ ചെയ്തത്. അതെ, അവൾ തീരുമാനങ്ങൾ സ്വയം ആരോട് ചോദിക്കാതെ തീരുമാനിച്ചു. പകരമായി അവൾക്കിതാ ഇപ്പോൾ ഒരു മോശമായ സിറ്റുവേഷനിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. പല ദിവസങ്ങളിലും സുലേഖയ്ക്ക് അറബിയിൽ നിന്ന് മറ്റു ചില ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു. കാരണം മറ്റൊന്നുമല്ല, അറബിയുടെ സ്വഭാവം അതങ്ങനെയാണ്. എന്നാൽ സ്ഥിരമായിട്ട് തന്നെ ഒരു ഭാര്യയാക്കി വെച്ചൂടെ എന്ന് വെച്ചാൽ നടക്കില്ല. അത് വേലക്കാരിയായ ഭാര്യ എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലെ ജോലികൾ മുഴുവനായിട്ട് എടുക്കണം. അതിനുശേഷം അയാൾ പറഞ്ഞതിലും അങ്ങനെ എന്തൊക്കെ തന്നെയാലും ചുരുക്കി പറഞ്ഞാൽ വളരെ ദുരിതപൂർണമായ ജീവിതമാണ് അവിടെ അവൾക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ സമയം ഷാമിൽ എളാമയെക്കുറിച്ച് അല്പം ഓർത്തു. എന്തിന് എൻ്റെ ഉപ്പയെ ഒഴിവാക്കി പോയ അവരെ ഒരിക്കൽ പോലും ഇനി എന്നെ ഓർക്കില്ല. അവരെങ്ങനെ വെച്ചാൽ ജീവിച്ചോട്ടെ, നോ പ്രോബ്ലം. അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ ആ പിതാവ്, മോനെ എന്തോ ഉപ്പാൻ്റെ കുട്ടിൻ്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ? ഉപ്പ, നിങ്ങളെന്താ പറയുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഉപ്പാൻ്റെ കുട്ടിൻ്റെ നിക്കാഹാണ് നടത്തേനോ. എന്നാൽ അത് കേട്ട് ഷാമിൽ ഒരു നിമിഷം, എൻ്റെ പൊന്നുപ്പ, ഇപ്പം എനിക്ക് തിരക്കില്ല. ഉപ്പാൻ്റെ ജീവിതം സന്തോഷത്തിലാകട്ടെ, എന്നിട്ട് ഞാൻ ഉപ്പാൻ്റെ ഇഷ്ടങ്ങൾക്ക് നിൽക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം എൻ്റെ പൊന്നുപ്പ അതൊന്നും ഇപ്പം വേണ്ട. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചവരൊക്കെ വിട്ടൊഴിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ പോലും എനിക്ക് വിവാഹം എന്നുള്ള കാര്യം ഇപ്പോൾ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വേറെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ട കേസാണ്. എന്നാൽ അത് കേട്ടപ്പോൾ ഷാമിലിൻ്റെ പിതാവ് വല്ലാതെ ടെൻഷനായി. എൻ്റെ പൊന്നു മോനെ, എന്ത് പൊട്ടത്തിനെ കാണിച്ചത്? അത്രക്കും നല്ല ഇഷ്ടങ്ങൾ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൊന്നുമോന് ബാപ്പാനോട് ഒരു വാക്ക് വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ നടത്തിക്കൂടിയിരുന്നോ? എന്തിനാണ് കുറേ ആളും പാളും? അതിനുള്ള സാക്ഷികളൊക്കെ പോരെ എൻ്റെ പൊന്നുമോനെ? എൻ്റെ പൊന്നുമോനും അങ്ങനെ എന്തെയുണ്ട് എൻ്റെ ഉപ്പാനോട് തുറന്ന് പറയണം കേട്ടോ. ഉപ്പ ഇൻഷാ അല്ലാ ഇനി ഉണ്ടാകുമ്പോൾ പറയും. അതെന്താ അങ്ങനെ? അങ്ങനെയാണുപ്പാ. പെൺകുട്ടികളല്ലേ, അവർക്ക് നമ്മളെ കാത്തിരിക്കാൻ ഒഴിവുണ്ടാവില്ലല്ലോ. അവരൊക്കെ വേറെ കല്യാണം കഴിച്ച് പോകും. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ വെറുതെ, അതിനേക്കാൾ നല്ല അവരെ അങ്ങ് വിട്ടൊഴിച്ച് കൊടുക്കുന്നല്ലേ. ആ പിതാവിൻ്റെ മനസ്സിൽ ചില സ്വപ്നങ്ങൾ. മോനെ, എന്താ ഉപ്പ, ഞാനിപ്പോൾ ഉപ്പാക്കൊരു പെണ്ണ് വേണമെന്ന് വിചാരിച്ച് കണ്ടാണ് നിൽക്കുന്നത്. എൻ്റെത് അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇപ്പം എൻ്റെ കൂടെ എൻ്റെ അമ്മാൻ്റെ ആത്മാവ് ഇങ്ങനെ വരുന്നുണ്ട്. അല്ലാതെ ഇനി വേറൊരു പെണ്ണ് 4 കൂടി വയ്യ മോനെ, മതി, മടുത്തു. എൻ്റെ റബ്ബേ,
ഒരു കുട്ടിയും ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കരുത് കേട്ടോ. അങ്ങനെ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ പോയി മക്കളെ ജീവിതം. പിന്നീട് സ്വസ്ഥതയും സമാധാനം എന്താണെന്ന് അറിയാത്തൊരവസ്ഥയായിരിക്കും. എന്തൊക്കെ തന്നെയായാലും ആ പിതാവിൻ്റെ മനസ്സിലെ ആഗ്രഹം അതാണ്. ഇനിയൊരിക്കൽ പോലും ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുന്നില്ല, ഇനി എൻ്റെ പൊന്നുമോൻ്റെത് നടത്തണം എന്ന വാശിയായിരുന്നു ഉപ്പാക്ക്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം. ഷാമിലിൻ്റെ ഇളാം അവിടെ നിന്ന് രക്ഷപ്പെടുമോ? രക്ഷപ്പെട്ട് വീണ്ടും ഒരു പക്ഷേ വീട്ടിലേക്കെങ്ങാനും തിരിച്ചു വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അതെ, അവർ ചെയ്ത തെറ്റിന് അവർ തന്നെ ഇപ്പോൾ പശ്ചാത്തപിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഒരു കാര്യവും ചിന്തിക്കാതെ തീരുമാനം എടുക്കരുത്. അതാണ് ഇവിടെ സുലൈഖ ചെയ്തത്. ഒരു കാര്യവും ചിന്തിക്കാതെ പലതിലും ചെന്നങ്ങ് ചാടി വീണു. പക്ഷെ പിന്നീട് ഊരാൻ കഴിയാത്ത അവസ്ഥ കൂടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.